ദൈവസന്നിധിയിൽ വരുമ്പോഴെല്ലാം തന്നതിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഇല്ലാത്തതിനെ ചൊല്ലി നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാതെ, ഒരു കംപ്ലൈൻറ്റ് ബോക്സായി മാറാതെ, ദൈവം ചെയ്ത അനുഗ്രഹത്തെ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം പറയുന്നു, നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. ഇല്ലാത്തവനെ, നന്ദിയില്ലാത്തവൻ്റെ കയ്യിലുള്ളതുകൂടെ നിന്റെ കയ്യിൽ വരും. ധന്യനാകാനുള്ള ഒരു മാർഗം ഇതാണ്. ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടെ നമ്മൾ വരിക. നന്ദിയുടെ ഒരു ഹൃദയം അങ്ങ് തുറന്ന് കാട്ടി നമ്മുടെ ഫേസിലും അത് എക്സ്പ്രഷൻ ചെയ്ത് നമ്മുടെ നാവിലൂടെ അത് പുറത്ത് പറഞ്ഞ് ഉറക്കെ അപ്പാ നന്ദി. സങ്കീർത്തനക്കാരൻ പറയുന്നറിയാമോ, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. തനിക്ക് പറയാനുള്ളത്, ദൈവസന്നിധിയിൽ ഞാൻ കൊണ്ടുവച്ച ഓരോ പാത്രത്തെയും ദൈവം നിറച്ചു. ശൂന്യമായ അനേകം പാത്രങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി വെച്ചു. ആമേൻ. ഒന്നുപോലും ബാക്കി വയ്ക്കാതെ എൻ്റെ ദൈവം എന്നെ അതിനെയെല്ലാം നിറച്ചു. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓരോ പാത്രവും നിറഞ്ഞ് കവിഞ്ഞ്, ഓരോ പാത്രവും നിറഞ്ഞ് കവിഞ്ഞ് 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 അടുത്തതിലേക്ക് ഒഴുകി ഒഴുകി അവൻ പറയുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ഒരു ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസിലേക്ക് ദൈവം നമ്മെ നടത്തേണ്ട ഒരേ ഒരു കാര്യം, നാം ദൈവസന്നിധിയിൽ വന്ന് നന്ദിയുള്ളവരായി ആമേൻ കൃതജ്ഞതയോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവം നിറയ്ക്കും. ആമേൻ. നമ്മുടെ നിലവുകൾക്കപ്പുറമായി, നമ്മുടെ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി, ആമേൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നമ്മെ നിറയ്ക്കും.